ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പുല്ലാനിക്കാട് പുന്നംപറമ്പ് റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 7 കോടിയിലധികം രൂപ ചെലവഴിച്ച് BMNBC നിലവാരത്തിൽ നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായാണ് നിർവഹിച്ചത്. ഇത് നിലവിലുള്ള റോഡിൻ്റെ പരമാവധി സൗകര്യം പ്രയോജനപ്പെടുത്തി BMBC നിലവാരത്തിൽ പണിതതാണ്. നിശ്ചിത കാലത്തേക്ക് ഈ റോഡിൻ്റെ മെയിൻ്റനൻസിൻ്റെ ചുമതല കരാറുകാരനാണ്. അപ്പോൾ ആ ഗ്യാരണ്ടി നമുക്കുണ്ട്. പക്ഷേ പൈസ അതിനനുസരിച്ചൊരു കിലോമീറ്റർ ചെയ്യാൻ വൻതോതിൽ പൈസ ചെലവഴിച്ചുകൊണ്ടാണ് കേടുവരാത്ത ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടർ നടപടികളും ഇനി നമുക്ക് വേണം. അതിലൊന്ന് ധാരാളം വളവുകളും തിരിവുകളും ഉണ്ട്. ആ വളവും തിരിവും ഒക്കെ ഒഴിവാക്കാൻ ഭൂമി ഏറ്റെടുക്കണം. എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാവരുടെയും സമ്മതപ്രകാരം സേവ്യറിൻ്റെ നേതൃത്വത്തിൽ ആ പ്രവൃത്തി നടന്ന് 2 പ്രധാനപ്പെട്ട റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് റോഡ്. ഒന്ന് നമ്മുടെ പുന്നംപറമ്പ് പ്രധാന കോറിഡോറും സ്റ്റേറ്റ് ഹൈവേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിലേക്ക് ഇനി മറ്റൊരു റോഡ് കൂടി വന്നു ചേരാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തുടങ്ങി അകമലയിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന ബൈപ്പാസിൻ്റെ പണിയും അതിൻ്റെ വർക്കും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ റോഡിലേക്ക് കൂടിയുള്ള പ്രധാനപ്പെട്ട കണക്ഷനായി ഈ റോഡ് മാറും. ഈ റോഡ് ക്രോസ് ചെയ്താണ് നമ്മുടെ ചേലക്കുളത്തിൻ്റെ സമീപത്ത് കൂടി ആ പാടത്ത് കൂടിയാണ് അകമല വഴി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ബൈപ്പാസ്, വടക്കാഞ്ചേരിയുടെ ബൈപ്പാസ്. ഇപ്പോൾ വടക്കാഞ്ചേരി പോകുമ്പോൾ പകൽ സമയത്തൊന്നും നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത, യാത്രക്കാർക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. വീതിയില്ലാതെയാണ്. കടകൾ പൊളിക്കാൻ നമുക്കാവില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലം മുതൽ പുന്നംപറമ്പ് സെന്റർ വരെയുള്ള 5.26 കിലോമീറ്റർ ദൂരമാണ് അത്യാധുനിക നിലവാരത്തിൽ നവീകരിച്ചത്. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 7.34 കോടി രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. തെക്കങ്കര വായനശാല പരിസരത്ത് നടന്ന പ്രാദേശിക ചടങ്ങിൽ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കുന്നംകുളം MLA AC മൊയ്തീൻ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി. KSEB, KWA എന്നിവയുടെ പൈപ്പുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിച്ചും 16 കലുങ്കുകൾ നിർമ്മാണം പൂർത്തിയാക്കിയുമാണ് റോഡ് ഗതാഗതത്തിന് സജ്ജമാക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുനിൽകുമാർ, തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EN ശശി തുടങ്ങിയവരും പങ്കെടുത്തു. മറ്റു പലയിടത്തുമില്ലാത്ത രീതിയിൽ ഒരുപാട് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമായ രീതിയിലുള്ള ആ നിർമ്മാണ പ്രവർത്തനം ഒരുപക്ഷെ കഴിഞ്ഞ നമ്മുടെ തിരുവാണിക്കാവിലെ പൂരത്തിന് മുമ്പേ പൂർത്തിയാക്കണം എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാർ ആ നിർമ്മാണം ആ നിലയിൽ പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് നമുക്കറിയാം, നല്ലവണ്ണം മഴ തുടർച്ചയായി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സമയബന്ധിതമായി ഓരോ പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ തടസ്സങ്ങൾ നമുക്കുണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ PT വാടാനി കോറിഡോറിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന അസ്പാസ് എന്ന് പറയുന്ന കമ്പനി, അവർ തന്നെയാണ് ഈ റോഡിൻ്റെയും നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്നത്. അവരാ പ്രവർത്തനങ്ങൾ